ഹലോ, നമുക്കിന്നൊരു നോർമൽ പാൻറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. താഴെ കുറച്ച് ലൂസിലാണ് കൊടുത്തിട്ടുള്ളത്. പലാസോ മോഡലിൽ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. അതിന് നമുക്ക് ഫുൾ ലെങ്ത്ത് വേണം. വേസ്റ്റ് റൗണ്ട്, ഹിപ്പ് റൗണ്ട്, ആങ്കിൾ റൗണ്ട്, ഈ കാര്യങ്ങളാണ് വേണ്ടത് കേട്ടോ. ഇതിൽ 36 ഫുൾ ലെങ്ത്ത്, വേസ്റ്റ് റൗണ്ട് 37, 44 ഹിപ്പ് റൗണ്ടും അതേപോലെ ആങ്കിൾ റൗണ്ട് 19 കേട്ടോ. ഒരു പലാസോ പാൻറ്റ്. ആദ്യം തുണി 4ആയിട്ട് മടക്കിയിടുക കേട്ടോ. ഫോൾഡഡ് സൈഡ് നമ്മുടെ ഭാഗത്തേക്കായിട്ട് മടക്കിയിട്ടതിന് ശേഷം ലെങ്ത്ത് കിട്ടില്ലേ നോക്കുക. 36 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് കിട്ടേണ്ടത്. 36 ഇഞ്ചും അതിനോട് കൂടി 2 ഇഞ്ച് ഇലാസ്റ്റിക് ഇടാനും അതേപോലെ താഴെ മടക്കി തയ്ക്കാനുള്ള തയ്യൽ തുമ്പിനും കൂടിയുള്ള ലെങ്ത്ത് കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അതിന് ശേഷം മേലെ ആദ്യം ഞാൻ മാർക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അറ്റൊന്ന് റെഡിയാക്കിയതാണ്. നമ്മൾ നേരെ അല്ല എന്നുണ്ടെങ്കിൽ അറ്റൊന്ന് റെഡിയാക്കി വരച്ചിട്ടിട്ട് കട്ട് ചെയ്ത് കളയണം. അതുപോലെ പിന്നെ 2 ഇഞ്ച് ഇലാസ്റ്റിക് ഇടാനുള്ള തുമ്പ് വരച്ചിട്ടു. മേലെ വീതി അടയാളപ്പെടുത്തുന്നത് ഹിപ്പ് റൗണ്ടിൻ്റെ 4 ഭാഗം പ്ലസ് 2 ആണ് കേട്ടോ. 44നെ 4 കൊണ്ട് ഹരിച്ച് 2 കൊണ്ട് കൂട്ടിയിട്ട് 13 നമുക്ക് കിട്ടി. അതാണ് മാർക്ക് ചെയ്തത്. അതിന് ശേഷം ഇനി ക്രോച്ച് ലെങ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേസ്റ്റ് റൗണ്ടിൻ്റെ 1/3 ഭാഗമാണ്. 1/3 ഭാഗം പ്ലസ് ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ചൊക്കെ കൂട്ടി കൊടുക്കാം. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. പിന്നെ പലാസോ പാൻ്റ് ആയതുകൊണ്ട് ക്രോച്ച് വിട്ടിട്ട് ഞാൻ 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആങ്കിൾ റൗണ്ട് മാർക്ക് ചെയ്തു. ആങ്കിൾ റൗണ്ടിൽ നമുക്ക് വേണ്ടത് 19 ഇഞ്ചാണ്. 19 ഇഞ്ചിൻ്റെ പകുതി 9 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. അങ്ങനെ 11 മാർക്ക് ചെയ്തു. ലെഗ് കർവ് സ്കെയിൽ യൂസ് ആക്കിയിട്ട് വരച്ചിടുക, എന്നിട്ട് കട്ട് ചെയ്യുക. ഇത്ര പണിയുള്ളൂ കേട്ടോ. പലാസോ വെട്ടാൻ മനസ്സിലായാലും ഇല്ലെങ്കിലും കമൻറ്റിൽ അറിയിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ആണ് കാണിച്ചു തന്നത്.